അങ്ങനെ ഇപ്പൊ ഡൊറാമിയും ചാമുഹി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഹോജിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി കാണും. അങ്ങനെ അതിനുശേഷം അവള് ചാമുഹിയോട് ഇവളെ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു ഗുഡ് ബൈ അവളിപ്പോ പറഞ്ഞു തീർത്ത് പറയും. അങ്ങനെ അതുകൊണ്ട് ഇന്നെങ്കിലും ഹാപ്പി ആയിട്ടിരിന്ന് പറഞ്ഞ് ഡൊറാമി ഇവളോട് പറഞ്ഞിട്ട് മാഞ്ഞു പോകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ഇവളാണ് ആരോടെ ഗുഡ് ബൈ പറഞ്ഞെന്നറിഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഡൊറാമി മൊത്തത്തിൽ അവളെ വിട്ടു പോയി. അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവളും ഒരു ഡൊറാമി അവൾക്ക് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയതാണെന്ന് അറിഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെങ്കൊച്ചാണ് കൂടെ വന്ന മറ്റേ ബേബ് എന്തേലും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ബേബോ എനിക്കാകെ അത് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ, നീ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് ചാമൂഹിയും ചോദിക്കുമ്പോൾ ആ പെങ്കൊച്ചാണ് അന്ന് കൂടെ വന്ന പയ്യൻ എന്തേന്ന് പറഞ്ഞ് ഹോജിനെ കുറിച്ച് തിരക്കൊണ്ടിരിക്കും. കാരണം ഇവർ ഒരുമിച്ചാണ് ഈ പെങ്കൊച്ചിന്റെ തൊപ്പി വാങ്ങിച്ചത്. പക്ഷെ ചാമുഹിക്ക് ഇപ്പൊ ഭാഷ മനസ്സിലാത്തോണ്ട് ആ പെങ്കൊച്ചും അതിന്റെ അമ്മ വിളിക്കുന്ന പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് ചാമുഹികളുടെ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഒരു പെങ്കൊച്ചിന്റെ അടുത്തായിരിക്കോ ആ തൊപ്പി വാങ്ങിച്ചതെന്ന് പറഞ്ഞ് അവൾ അതല്ലാതെ വേറെ ഫോട്ടോ ഒന്നും ഇവളുടെ ഗാലറിക്കകത്ത് കാണത്തില്ല. അങ്ങനെ അതിനുശേഷം അവൾ അങ്ങോട്ടേക്ക് പോയിരുന്നിട്ട് ഈ ഡൊറാമി എന്തൊക്കെ ചെയ്തെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ അവൾ എന്തായാലും ഷൂട്ടിംഗ് എല്ലാം ഇപ്പൊ തീരാറായതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഇവളുടെ പുറകെ മറ്റേ ഡയറക്ടേഴ്സ് ആണ് ഹോജിന്റെ കൂടെ ആ രാത്രി പോയത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് ചാമുഹിയും ഹോജിന് ഗേൾ ഫ്രണ്ടോന്ന് പറഞ്ഞ് അവൾ ഇവരെന്തോ സംസാരിക്കുന്നതെന്ന് പതി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇതേ സമയം കൂടുള്ള മറ്റങ്ങേരാണ് അതൊക്കെ അവരുടെ പേഴ്സണലാന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറയും. എന്നിട്ട് ഇവിടെ ഹീറോയുടെ സെക്രട്ടറി ആണ് നാളെ ഇവരുടെ ഷൂട്ടിംഗ് പ്ലേസ് മാറ്റിയതുകൊണ്ട് ഇപ്പൊ പോകുന്ന സ്ഥലത്ത് ഒരു കല്യാണം കൂടെ നടക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് അവൻ അതെല്ലാം കേട്ടിട്ട് ഇന്നലെ ഇവൻ ചാമുഹിയെ കണ്ടപ്പോ അവന് ഡൊറാമിയായിട്ട് ഫീൽ ചെയ്തെന്ന് പറയും. അങ്ങനെ ആദ്യം അവൾ അങ്ങനെ വിളിച്ചാലും ഇപ്പൊ യഥാർത്ഥത്തിൽ ആ സോംബേകളിനെ കണ്ട പോലെ അവന് ഫീൽ ആയെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവന്റെ സെക്രട്ടറി ആണ് ഏതൊരു പെങ്കൊച്ചിനും അവരെ സോംബി എന്ന് വിളിക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹീറോയ്ക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി ഇവളും മറ്റേ മ്യൂസിക് ഷോയുടെ ടിക്കറ്റ് ഇവന്റെ കൊടുത്തിട്ട് വേണം ഇവരെ ഒരുമിച്ച് അച്ഛന്ന് കാണാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് വീണ്ടും ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവൻ ഇതുവരെ അവളുടെ കൂടെ കാണാൻ പോകണമെന്ന് തീരുമാനിച്ചൊന്നില്ലെന്ന് പറയുമ്പം ഇവന്റെ സെക്രട്ടറി ആണെങ്കിൽ പെട്ടെന്ന് ഹോജിന് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവനും കുറച്ച് ധൈര്യത്തിൽ ചാമുഹിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവളാണ് ഒരിക്കലും ഹോജിന് ഒരു ഗേൾ ഫ്രണ്ട് കാണത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്നിട്ട് ഹീറോയും ഇങ്ങനെ തലയിട്ട് അടിച്ചോണ്ടിരുന്ന ഇവൾക്ക് വേദന എടുക്കുമെന്ന് പറയുമ്പം അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഹോജിനായിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൻ ആ ഫോം വാങ്ങിച്ചിട്ട് അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ പോവാണ് അതിന്റെ ആവശ്യമില്ലെന്ന് ഇവൻ പറഞ്ഞോണ്ടിരിക്കുമ്പം അവള് ദേഷ്യത്തിൽ തിരിച്ചതിന്റെ ഫോം വാങ്ങിക്കും. അതോടെ അവന് സോംബിയുടെ മൂവ് എന്ന് പറയുമ്പം ഇവള് സോംബി ആണെങ്കിൽ എന്തോന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് അവന് വീണ്ടും ഇവളെ സോംബി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ജീസോനാണ് ഹോജിനോട് ഇവരടുത്ത ഷൂട്ടിങ്ങിന് പോകുന്ന സ്ഥലം അവന്റെ അമ്മയുടെ വീട്ടിലേക്കാന്ന് പറയും. അതുകൊണ്ട് ഇത് കേട്ട് അവനും ഇവർക്ക് വേറൊരു സ്ഥലമൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്തായാലും അവൻ ജോലിക്ക് വേണ്ടി അവിടേക്ക് വരാൻ പോവാന്ന് പറയും. പക്ഷെ ഇവന്റെ അമ്മയാന്നുള്ള കാര്യം ഇവൾ ആരോടും പറയാതിരിക്കാൻ വേണ്ടി അവനിപ്പോ ചോദിക്കുമ്പം അവളാണ് തീർച്ചയായിട്ടും ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് സോറി പറയും. അപ്പോഴാണ് ഹോജിനും എന്തായാലും ഈ സ്ഥലം ഒപ്പിക്കാൻ വേണ്ടി അവന്റെ ചേട്ടനോടൊക്കെ സംസാരിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ഇവൾക്കല്ലേ കുറച്ച് ബുദ്ധിമുട്ടും ചോദിക്കുമ്പം അവള് ഫോൺ വിളിച്ചപ്പോ ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട കാര്യം പറയും. എന്നിട്ട് അതും പറഞ്ഞ അവള് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളും പറഞ്ഞിട്ട് പോകുമ്പം അകത്ത് നിന്നിട്ട് ഹോജിനാണ് ഒരൊറ്റ സെക്കൻഡ് ഇവന് ഗേൾ ഫ്രണ്ടൊക്കെ ആയെന്ന് പറഞ്ഞ് എല്ലാരും ഡൊറാമയായിട്ട് പോയത് ഇവൻ ഏതോ ഒരു ഇറ്റാലിയൻ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് മുകളിൽ നിന്ന് ചാമുഹി ബേബ് എന്ന് വിളിക്കുമ്പം ഇവനൊരു സെക്കൻഡ് അങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് അവളും ഈ ബേബ് എങ്ങനെ ഇറ്റാലിയിൽ പറയുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിച്ചോണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവനും ചാമുഹി നീ തന്നെയല്ലേ എന്നിട്ട് അവനോട് ഡൊറാമി പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുമ്പം ഇവളാണ് ഇത് അവളല്ലാതെ പിന്നെ ആരാന്ന് പറഞ്ഞ് ആ ബേബിന്റെ അർത്ഥം എന്തോ ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഇനി മേലെ ബേബ് നീ എന്നെ വിളിച്ചോല്ലേ, എനിക്ക് ആ വാക്കേ നിന്റെ വായിന്ന് കേൾക്കണ്ട എന്നിട്ട് അവനും പെട്ടെന്ന് ഇങ്ങനെ തർക്കിക്കുമ്പം ഇവളും ബേബ് എന്ന് ചോദിച്ചാൽ എന്തോ തെറ്റെന്ന് പറഞ്ഞ് ഇവള് വിളിച്ച പ്രശ്നം എന്തോ ചോദിക്കും. അപ്പോഴാണ് അവനും ഒരിക്കലും വിളിക്കല്ലേ, എനിക്ക് ആ ബേബ് എന്ന് വാക്കേട്ടാ തന്നെ പേടിയാവുക, അതുകൊണ്ട് ഇനി നീ മുമ്പത്തെ പോലെ എന്നെ വിളിക്കല്ലേ എന്നിട്ട് അവനും പറയുമ്പം ഇവളാണ് ഇതിനുമ്പ് ഇവൻ എപ്പോഴാ ബേബ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അവള് ഷോക്കായൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഇവന്റെ ഇറ്റാലിയൻ ഗേൾ ഫ്രണ്ട് വിളിച്ചത് തെറ്റായി കണക്കൂട്ടി ഇവളായിട്ട് പറയണമെന്ന് ചോദിക്കുമ്പം അവനാണ് ഇവള് മറ്റുള്ളവർ പറഞ്ഞു കേട്ട് തെറ്റിദ്ധരിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കും. പക്ഷെ ഡൊറാമി ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയതുകൊണ്ട് അവൻ അതേപോലെ അത് വേറെ പെങ്കൊച്ചായിട്ട് തന്നെ ഇവളോട് കാണിച്ചുകൊണ്ടിരിക്കും. അതോടെ അവളും കുറച്ച് അപ്സെറ്റായി. എങ്കിൽ പിന്നെ ആ പെങ്കൊച്ച് ആരാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവനാണ് ഇവൾക്ക് സത്യത്തെ അറിയണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും പറയാന്ന് പറയും. പക്ഷെ പിന്നീട് വിഷമിക്കില്ലെന്ന് ഇവൻ അവളെ മനഃപൂർവ്വം പേടിപ്പിക്കുമ്പം ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ അവൾക്ക് അറിയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് അവനും അത് ഇവള് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവന് പിറുപിറുത്തോണ്ട് ഇവളെ കുറിച്ചാ പറയുന്നത് എന്നിട്ട് കൺഗ്രാജുലേഷൻ പറയണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവരെല്ലാം ഷൂട്ടിങ്ങിന് ഹോജിന്റെ അമ്മയുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവന്റെ അമ്മയും കൂടെ ഒരാളായിട്ട് ഇവരെയൊക്കെ വെൽക്കം ചെയ്യും. അങ്ങനെ ഹോജിന്റെ അമ്മ അവനെ പോലെ തന്നെ എല്ലാ ഭാഷയിലും സംസാരിക്കുമ്പോൾ ഇത് കണ്ട് അവർക്കൊക്കെ ചെറിയ സംശയം വരും, ഇവനെ കാണുമ്പോൾ കറക്റ്റ് ഹോജിനെ പോലെ ഉള്ളേന്ന്. ഇതേ സമയം അവന്റെ അമ്മയും ഇവരായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഹോജിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പം ജീസോനാണ് അടുത്തേക്ക് വന്നിട്ട് അവൻ വാനിനകത്ത് തന്നെ ഇരിക്കുമെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് അവന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറയുമ്പം ഇവരാണ് എങ്കിൽ പിന്നെ പിന്നീട് കാണാന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം
ഇതെല്ലാം മോണിറ്റർ വഴി ഹോജിന് കണ്ടോണ്ടിരിക്കുക. കാരണം ഇവന്റെ അമ്മയെ കണ്ടിട്ട് എത്രയോ വർഷമായി. അങ്ങനെ അതിനുശേഷം ചാമുഹി ഹീറോയും കൂടെ അവരുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവര് വൈനൊക്കെ എങ്ങനെ റെഡിയാക്കുന്നെന്ന് അറിഞ്ഞ് അവനും കൂടെ ചെന്ന് ചെയ്തൊക്കെ നോക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇവളുടെ പേര് കൊറിയയിൽ എഴുതി കൊടുക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവന്റെ ഭാഷ എങ്ങനെ ജപ്പാൻ എഴുതുന്നു ചോദിക്കും. അപ്പോഴാണ് അവൻ സന്തോഷത്തിൽ ഇവൾക്കത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ ടീമും ഹീറോയ്ക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മിക്കവാറും അവൻ വല്ലതും അവസാനം പ്രൊപ്പോസ് ചെയ്യുന്ന പറയും. കാരണം ഹീറോയ്ക്ക് ഇവളോട് ഇഷ്ടം തോന്നുവാണ് അവൻ ഓപ്പൺ ആയിട്ട് പറയുമെന്ന് ഇവരോടൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പം ചാമുഹിയാണ് അതിനകത്ത് മിസ്റ്റർ കിമ്മിന്റെ ഫോട്ടോ കാണും. അതുകൊണ്ട് അവളും ഇത് മറ്റേ നോവലിസ്റ്റ് അല്ലെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ ചോദിക്കുമ്പം ഹോജിന്റെ അമ്മയാണ് അങ്ങേര് ഇവർക്ക് ഒരു ഫാമിലി പോലെയാന്ന് പറയും. അങ്ങനെ ഇവരുടെ മകന്റെ കൂടെ കുറെ ക്ലോസ് ആന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവളാണെ പെട്ടെന്ന് നിങ്ങളപ്പോ ഹോജിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവള് കണ്ടുപിടിക്കും. അത് കേട്ട് അവരും ആണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുമ്പം ഇവൾക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് അവളും ഹലോ ആന്റി എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇവരെ പരിചയപ്പെടുത്തും. അതേസമയം ഇവിടെ ഹോജിനാണ് അതാ എന്റെ അമ്മയെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് അവന് സമ്മതിച്ചു കൊടുക്കും. അതിനേശ ചാമുഹിയും നിങ്ങളുടെ മോനെല്ലാം ക്യാമറ വഴി കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവര് സന്തോഷത്തിൽ ഹോജിനെ കണ്ട് അമ്മയെ കാണാൻ പറ്റുന്ന മോനെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് കാണാം അമ്മയെന്ന് പറഞ്ഞ് ഇവർ രണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അവന്റെ അമ്മയെ സന്തോഷത്തിൽ ഇവനെ പിന്നീട് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് വിളിക്കും. അങ്ങനെ അതൊക്കെ അടുത്തിരുന്ന് ചാമുഹി സന്തോഷത്തോടെ കണ്ടോണ്ടിരിക്കുമ്പം ഇവനും ചിരി വരത്തേ ഉള്ളു. അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവളും ഇവന്റെ അമ്മയായിട്ട് സംസാരിക്കാത്ത കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് സോറി പറയും. അപ്പോഴാണ് ഹോജിനും കൊള്ളാം എനിക്കൊരു വമ്പ ഷോക്ക് വന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് സോറി പറയുന്നു. മര്യാദയ്ക്ക് എന്റെ കൂടെ കഴിക്കാൻ നീയും കൂടെ വരണം. കാരണം ഞാൻ എന്റെ അമ്മയും കൂടെ സംസാരിക്കുമ്പോൾ എന്തേലും ഒരു സൈലൻസ് വരും. ആ സമയത്തൊക്കെ നീ വേണം ഹാൻഡിൽ ചെയ്യാൻ. എന്നിട്ട് അവനും പറഞ്ഞ് നടക്കുമ്പം ഇവളാണ് കുറച്ച് ഷൈയായി ഞാൻ വന്ന് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും എന്തായാലൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് ഇതൊക്കെ ഇവളാണ് ഉണ്ടായ പ്രശ്നമെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവന്റെ അമ്മയോട് സംസാരിക്കാൻ ഇവൻ അത്രയ്ക്ക് പാടാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും 13 വർഷമായി അവൻ അമ്മയെ കണ്ടിട്ട് സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മി അവസാനം അടി കൂടിയിട്ട് പിരിഞ്ഞു പോയെന്ന് പറയും. അപ്പോഴാണ് അവളും അങ്ങനെയാണ് ഇവർക്ക് സംസാരിക്കാൻ അറിയാത്തപ്പോ അവൾ സിമ്പിളായിട്ട് ഈ വൈൻ്റെ വിലയൊക്കെ എങ്ങനെ വന്നറിഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കാന്ന് പറയുമ്പം ഇവനാണ് അത് കേട്ട് ചിരി വന്നിട്ട് അപ്പൊ ഇങ്ങനത്തെ സംസാരമാണോ അവിടെ ചെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് സന്തോഷത്തിൽ ഇതുവരെ ഇവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പക്ഷെ ഈ സമയം ഇവളാണ് ഇവന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവ രണ്ടിനും കൂടെ ചിരി സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അകത്ത് വെച്ച് ഹോജിന്റെ അമ്മയാണെ പാചകം ചെയ്യണമെന്ന് പറഞ്ഞ് അറിയാതെ അവരുടെ കൈ അങ്ങ് മുറിക്കും. അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് കെയറിങ്ങോടെ ചോദിക്കുമ്പം അവന്റെ അമ്മ അന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേർത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഹോജിനാണ് ദേഷ്യത്തിൽ അവന്റെ അമ്മയുടെ ദേഹത്ത് നിന്ന് കൈയെടുത്തില്ല അവൻ വെറുതെ വിടത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അങ്ങേരാണ് ഇവനെ കണ്ടിട്ട് ഇവൻ ആരാന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ തർക്കമാകും. അങ്ങനെ അത് അവസാനിക്കുന്ന മൊത്തത്തിൽ ഒരു അടിയിലാണ്. അങ്ങനെ ഹോജിനും അവന്റെ അമ്മയെ തൊടാൻ ആരാന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ മൊത്തത്തിൽ ഫൈറ്റ് ആകുമ്പം രണ്ടുപേർക്ക് നല്ല രീതിക്ക് അടിയുള്ളും. ഇതൊക്കെ കണ്ട് ഡോറാമി മൊത്തത്തിൽ ഷോക്കായിരിക്കുമ്പം പെട്ടെന്ന് അവന്റെ അമ്മയും അങ്ങേറെ മുഖത്ത് നോക്കി അങ്ങ് അടിച്ചിടും. അതിനുശേഷം ഹോജിൻ അവരുടെ മകനാന്ന് പറയുമ്പം പിന്നീട് ഹോജിനോടും പറഞ്ഞു കൊടുക്കും ഈ വ്യക്തി അവര് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണെന്ന്. കാരണം നാളെ നടക്കാൻ പോകുന്ന കല്യാണം ഇവന്റെ അമ്മയുടെ കല്യാണമാണ്. അതറിഞ്ഞ് അവനാണ് ഷോക്കായിട്ട് ഇവിടെ എന്തോ ഈ സംഭവിക്കുന്നെന്ന് പറഞ്ഞ് നാളെ അപ്പൊ അമ്മയുടെ കല്യാണമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും ഇവന്റെ ചേട്ടനപ്പം അതൊന്നും പറഞ്ഞില്ലെന്ന് ഇവര് തിരിച്ച് ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് ചിരിച്ചിട്ട് എന്റെ അമ്മ അപ്പൊ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം അങ്ങ് നടന്നു കഴിഞ്ഞാണല്ലേ എനിക്ക് അവസാനം വരെ ഈ കാര്യം അറിയത്തോലില്ലായിരുന്നു. കൊള്ളാം എന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പം ചാമുഹിയാണ് മര്യാദക്ക് ഇങ്ങോട്ട് വാടേന്ന് പറഞ്ഞ് അങ്ങേരങ്ങ് പുറത്താക്കും. അതിനേശം അവളും ഇവർ തമ്മിലുള്ള വർത്തമാനം എങ്ങനെയൊക്കെ നിർത്തണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവള് തെന്നടിച്ച് വീഴുന്ന പോലെ അവിടെ തന്നെ അങ്ങ് വീഴും. അങ്ങനെ ഇത് കണ്ട് ഇവർ ചെന്ന് പിന്നെ അവളെ രക്ഷിക്കും. അതിനേശം അവനും ഇവളാ സംസാരം നിർത്താൻ വേണ്ടി വീണയാന്നറിഞ്ഞിട്ട് അത് ചുമ്മാ ആക്ട് ചെയ്താൽ പോരെ എന്തിനാ മനഃപൂർവ്വം വീണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആ സമയത്ത് എങ്ങനെ അവർ തടയെന്നറിയാതെ പെട്ടെന്ന് അങ്ങനെ ചെയ്തോ എന്നറിഞ്ഞ് ഇവന് വലിയ വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവനാണ് കുറച്ച് ഷോ കാണിച്ചിട്ട് ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല അവന്റെ അമ്മ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് നല്ല പരിക്കുന്നറിയും. അതിനേശം അവനും എന്തായാലും ഇവന്റെ അമ്മയായിട്ടുള്ള തർക്കം ഇവള് അറിഞ്ഞ് നിന്നേന്നറിഞ്ഞ് അതിന് താങ്ക്സ് പറയും. അതുകൊണ്ട് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ഇവളുടെ തലയടിച്ചാലും ഇവനത് യൂസ് ചെയ്ത് അവൾക്ക് സന്തോഷമുള്ളെന്ന് പറയുമ്പം അവനാണ് ഇവളുടെ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ടോന്ന് അറിഞ്ഞ് അവളെ കുറച്ച് കെയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സമയത്ത് അവളും ഇവന്റെ മറ്റേ ബേബിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വരും. പക്ഷെ അപ്പേരാണ് അങ്ങേര് അവിടേക്ക് വന്ന് ഇവന്റെ അമ്മ ഇവനോട് സംസാരിക്കണമെന്ന് പറയും. അതിനേശം അവനും അവന്റെ അമ്മയായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് കല്യാണം അറിഞ്ഞിട്ട് കുറെ വൈൻ ഗിഫ്റ്റ് ആയിട്ട് തന്നെന്ന് പറയും. അങ്ങനെ അങ്ങേര് 2-3 കല്യാണം കഴിച്ചിട്ട് വേറെ എവിടെ ട്രിപ്പിന് പോയേക്കുക. അതുകൊണ്ട് ഹോജിനും രണ്ടാമതായിട്ട് അമ്മയ്ക്കും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം ഇവന്റെ അമ്മയാണ് കുറച്ച് വെറുത്തിട്ട് ഇനി ഇത് ഇവന്റെ നോവലാക്കാൻ പോകണം ചോദിക്കും. കാരണം ആദ്യം ഇവന്റെ അച്ഛനായിട്ടുള്ള കല്യാണത്തിനെ കുറിച്ചാണ് അവൻ ബുക്ക് എഴുതിയത്. അതുകൊണ്ട് തന്നെ 13 വർഷം മുമ്പ് ഇവർ തമ്മിൽ വഴക്കായ. അങ്ങനെ അവന്റെ അച്ഛനായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇവനോടൊന്ന് കാണിച്ചോ എന്നറിഞ്ഞ് ഇപ്പൊ സോറി പറയുമ്പം അവൻ എന്തോ സംസാരിക്കണം എന്നറിയാതെ ഇവിടുത്തെ വൈൻ ബിസിനസ് ഒക്കെ എങ്ങനെയെന്ന് അറിഞ്ഞ് ചാമുഹി പറഞ്ഞ സെയിം ഡയലോഗ് ഇറക്കും. കാരണം അവനിപ്പോ എന്തോ സംസാരിക്കേണ്ടെന്ന് അറിയത്തില്ല. എന്നിട്ട് അവന്റെ അമ്മയും അവർ തമ്മിൽ അടി കൂടിയത് വല്ല വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അവനൊരു കുഴപ്പമില്ല അങ്ങേർക്ക് കുറെ അടി ഉണ്ടെന്ന് അറിഞ്ഞ്
പറഞ്ഞ് അയാൾ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും ഇവനെ കൊച്ചിലെ കരാട്ടയും കുൺഫു ഒക്കെ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോയെന്നറിഞ്ഞ് അതിന്റെ ഒരു സ്റ്റെപ്പും ഇന്ന് കണ്ടില്ലായിരുന്നു പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് അവസാനം ഹോജിനും അവന്റെ അമ്മയോട് സംസാരിക്കാൻ സോറി പറയും. അതിനുശേഷം ഇതെല്ലാം സൈഡിൽ നിന്ന് ചാമൂഹി സന്തോഷത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം ഡിന്നർ അയച്ച് പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡയറക്ടറും ജിയോങ്ങിന്റെ കല്യാണം ഇതേപോലെ ഗ്രാൻഡ് ആയിട്ടാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കുറച്ച് സമയം കേട്ടിരുന്നിട്ട് അവളാണ് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് ഇവരോട് അവർ തമ്മിലുള്ള കല്യാണം എപ്പോഴും നിന്നെന്നറിയും. അങ്ങനെ ആദ്യമേ ഇവരോട് പറയാത്ത പിന്നെ ഇവൾക്ക് ഇവരോട് സംസാരിക്കാൻ ഒരു ചമ്മലാണെന്ന് പറഞ്ഞ ആ കാര്യം പറയായിരുന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവരൊക്കെ ഇവളോട് സോറി പറഞ്ഞിട്ട് ഇത് ആദ്യമേ ഇവള് പറഞ്ഞായിരുന്നെങ്കിൽ അവർ പിന്നെ അതിനെക്കുറിച്ചും ചോദിക്കത്തില്ലായിരുന്നു പറയും. കൂടാതെ ഷൂട്ടിംഗ് പ്ലേസ് ഒപ്പിക്കാൻ വേണ്ടി അവനെ വിളിക്കാൻ പറഞ്ഞത് ഇവർ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം ജീസേനാണ് അന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് അടുത്തിരുന്ന് മറ്റേ ഡയറക്ടറും ഇതിന് വേണ്ടിയ മറ്റുള്ളവർ പ്രൈവസിയെ കുറിച്ചും ചോദിക്കില്ലെന്ന് പറഞ്ഞ് അവരെ മിണ്ടാതിരിക്കാൻ പറയും. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് മാനേജറിനോട് ഇവളെല്ലാരോടും ഇപ്പൊ കല്യാണം നിന്ന കാര്യം പറഞ്ഞെന്ന് പറയും. അങ്ങനെ ആദ്യമേ അവരോടൊക്കെ പറയാത്തത് ഇവൾക്കൊരു പക്ഷെ അവനെ മറക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ഒരു തോന്നലുണ്ടായതുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് അവനോട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ ഇവൾക്ക് അവന്റെ ഓർമ്മയെല്ലാം മറന്നുവെന്ന് പറയുമ്പം ഇത് കേട്ട് യങ്ങിയും അവൻ ആ ഫോൺ വിളിച്ചപ്പോ ഇവ രണ്ടുപേരും സെറ്റായെന്ന് അവൻ വിചാരിച്ചെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇവൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവളുടെ മനസ്സ് ഫുള്ളും ഇപ്പൊ ഇവനെല്ലാം ചോദിക്കുമ്പം അവളാണ് ഇവന്റെ പോയിന്റ് തൽക്കാലം 3 ഉള്ളെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ പോയിന്റ് ഇപ്പൊ തന്നെ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അതിനുശേഷം ഹോജിന്റെ അമ്മയുടെ കല്യാണം നടക്കുമ്പം ഇവരെല്ലാം ഡാൻസ് കളിച്ച് പാർട്ടി ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ചാമുഹി സന്തോഷിച്ചിരിക്കുന്നുണ്ട് ഹോജിനാണ് ഒരു സെക്കൻഡ് ഡൊറാമി പറഞ്ഞ ആലോചിച്ച് നോക്കും. അതായത് ചാമുഹി സന്തോഷമായിട്ടിരിക്കുകയാണ്, ഇവൻ അവളുടെ അടുത്ത് തന്നെ പോകല്ലെന്ന്. അതുകൊണ്ട് ഇത് ഓർത്ത് നോക്കിയിട്ട് അവനും എങ്കിൽ പിന്നെ ഇവളെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതിനുശേഷം ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ചാമുഹിയും ഹോജിനും നോക്കുമ്പം അവൻ അവിടെ കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളും അവൻ എന്നെ ചെല്ലുമ്പോഴാണ് ഹീറോയാണ് ഇത് മനസ്സിലാക്കി അവളെ പോകണ്ടെന്ന് പറയും. അപ്പോഴാണ് ചാമുഹിയും ഇവൻ നല്ലോണം ഇവരുടെ ഭാഷയൊക്കെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവന് വേണ്ടി അവളും ജപ്പാനി ഒരു ഫെയർവെൽ മെസ്സേജ് എഴുതി വെച്ചേക്കാന്ന് പറയും. അങ്ങനെ ലാസ്റ്റ് ഷൂട്ടിങ് ഇത് കാണാപ്പാടം പഠിച്ച് ഇവന്റെ ഭാഷയെ പറയുമ്പം അവനാണ് ഇവൾക്ക് ഫെയർവെൽ പാർട്ടി പറഞ്ഞ് പോകാൻ അവനും താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഇവന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ അവള് പുതിയതായിട്ടല്ലേ എഴുതി ഇവന് വേണ്ടി പറഞ്ഞുതരാന്ന് പറയും. അതിനേശ് ഇവന്റെ സെക്രട്ടറിയാണ് ചാമുഹി ഇവന് വേണ്ടി എന്താ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട, ആൾക്കാർ ഷോക്കാക്കുന്ന പോലെ ഇവനൊരു കാര്യം ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസലിനെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ ശ്രമിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.